ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ്. നമ്മൾ ഇന്ന് റിവ്യൂവിന് എടുത്തിരിക്കുന്ന ഒരു സ്റ്റീരിയോ 3-വേ ആംപ്ലിഫയർ ആണ്. ഈ ഒരു ആംപ്ലിഫയറിന്റെ 150+150 RMS കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മൈക്കിന്റെ ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിലും കരോക്കെ അല്ല, നമുക്ക് 2 മൈക്ക് കണക്ട് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത്. എങ്കിലും കരോക്കെ ഇടുന്ന ഒരു മെത്തേഡും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പണ്ടത്തെ ഒരു മെത്തേഡ് നമുക്കറിയില്ല, 2 കപ്പാസിറ്റർ വെച്ചിട്ട് ലെഫ്റ്റ് റൈറ്റിലും കൊടുക്കുന്ന ഒരു മെത്തേഡ്. അതിനുവേണ്ടി നമ്മൾ അഡീഷണൽ ഒരു സ്വിച്ചും കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് പാനൽ നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തിരിക്കുന്നത്. ഗ്ലോസിയുടെ മാറ്റിന്റെ ഫിനിഷ് തന്നെയാണ് നമ്മൾ ഇതിലും കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ പഴയ ഒരു മോഡൽ അൾട്ര ചെയ്തിട്ട് ഈ ഒരു ഡിസൈനിലോട്ട് ആക്കി എടുത്തിരിക്കുമായിരുന്നു. അത് കസ്റ്റമറിന്റെ സജഷൻ പ്രകാരമാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺട്രോൾ പാനൽ എന്തൊക്കെയുണ്ടെന്നുള്ള ഡീറ്റെയിലോട്ട് എടുക്കാം. ഓളിയം കൺട്രോളിന് വേണ്ടി വലിയൊരു നോബുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു പവർ സ്വിച്ച് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മൈക്കിന്റെ സ്ലോട്ട്, മൈക്കുകളിൽ കരോക്കെ അല്ല, പിന്നെ ബാസ്, മിഡ്, ട്രിപ്പിൾ 3-വേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു. പിന്നെ വലിയൊരു കൺട്രോൾ കൊടുത്തിരിക്കുന്നത് മൈക്കിനും അതിന്റെ തൊട്ട് താഴെ ഒരു USB സ്ലോട്ടും, പിന്നെ നമ്മൾ എല്ലാത്തിലും സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വ്യൂ മീറ്റർ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല 2 വ്യൂ മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ G-Starന്റെ പകാരിയുടെ ബ്ലൂടൂത്ത് പാനലാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതും എല്ലാത്തിലും നമ്മൾ കോമൺ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് പാനൽ തന്നെ ആയിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഫ്രണ്ട് പാനലിനകത്ത് നമ്മുടെ ഷോപ്പിന്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ 2 ചാനൽ പവർ ആംപ്ലിഫയർ എന്നുള്ളത് എടുത്ത് എഴുതിയിട്ടുണ്ട്. അതെല്ലാം കസ്റ്റമറിന്റെ അഭിപ്രായ പ്രകാരമായിരുന്നു നമ്മളിതെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ട് പാനലിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ സാധാരണ ചെയ്തതിനെക്കാട്ടി ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ എഡ്ജ് ഒന്ന് കർവ് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമറിന്റെ സജഷൻ പ്രകാരം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് ലുക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം നമ്മുടെ അടുത്ത്. നമ്മൾ ഇതിന് മുന്നേ സ്ക്വയർ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതേ ഡിസൈൻ തന്നെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് നോക്കിയിട്ട് ഈ ലുക്ക് എത്രത്തോളം കൊള്ളാം എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫ്രണ്ട് പാനലിൽ വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ആംപ്ലിഫയറിന്റെ ഇൻസൈഡിലെ എന്തൊക്കെ പാർട്സുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പം ഇൻസൈഡിലോട്ട് കിടക്കാം. ഇൻസൈഡിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചെന്നുള്ള ബാക്കി ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇൻസൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാത്തിലും ഫസ്റ്റ് പറയുന്നത് ട്രാൻസ്ഫോമറിനെ കുറിച്ച് തന്നെയാണ്. അപ്പം ഇതിൽ ട്രാൻസ്ഫോമറിനെ കുറിച്ച് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. 34-034 8 ആംപിയറിന്റെ ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ 18-018 ഒരു ടാപ്പിങ്ങും 1 ആംപിയറിന്റെ ഒരു ടാപ്പിങ്ങും 12-012 1 ആംപിയറിന്റെ അടുത്തൊരു ടാപ്പിങ്ങാണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. പിന്നെ ആംപ്ലിഫയറിന്റെ സപ്ലൈ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 50 വോൾട്ടും 10,000-ന്റെ 2 കപ്പാസിറ്ററുകളും 3 മിക്സിന്റെ മെറ്റൽ ഡയോഡുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന സപ്ലൈ 18-018 ഒരു ഡുവൽ സപ്ലൈ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 12 വോൾട്ടിന്റെ ഒരു സിംഗിൾ സപ്ലൈ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ റെഗുലേറ്റർ ഐസി ഇരിക്കുന്നത് ഫാനിന് വേണ്ടിയും USB പാനലിന് വേണ്ടിയും. പിന്നെ ഈ ബക്ക് കൺവെർട്ടർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റിന് വേണ്ടിയും വ്യൂ മീറ്ററിന് വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ചാനൽ ബോർഡായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മെഗാടെക്കിന്റെ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5200 പെയർ വരുന്ന മെഗാടെക്കിന്റെ ബോർഡ് നല്ല അടിപൊളി ഒരു ബോർഡാണ്. 150 വാട്ട്സ് എങ്ങനെയായാലും കൺഫേം ആയിട്ട് ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഹീറ്റ്സും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടോൺ കൺട്രോൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ ഓഡിയൻസിന്റെ ടോൺ കൺട്രോൾ ആയിരുന്നു. ഈ ഒരു ടോൺ കൺട്രോളിനകത്ത് ചെറിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വരുത്തിയാൽ മതി. എല്ലാ ആംപ്ലിഫയറിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് പിന്നീട് പറയാം. സ്പീക്കർ പ്രൊട്ടക്ഷൻ ആയിട്ട് ഡിടെക് ഓഡിയൻസിന്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ് ഉപയോഗിച്ചത്. അതിൽ വലിയ റില് നമ്മൾ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. മൈക്ക് പ്രീ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് G-Techന്റെ മൈക്ക് പ്രിയ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഗെയിൻ ഉള്ളതും നല്ല അടിപൊളി ക്ലാരിറ്റി ഉള്ളൊരു മൈക്ക് പ്രീ ബോർഡാണിത്. അപ്പം പിന്നീട് നമ്മൾ ഈ ഒരു സ്വിച്ച് ഇവിടെ നൽകിയിരിക്കുന്നത് കരോക്കെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. കരോക്കയുടെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ ഒരു മെത്തേഡിലാണ് ഇതിൽ കരോക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ബനാന സോക്കറ്റ് ആണ് ലെഫ്റ്റ് റൈറ്റ് ചാനലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ ഇൻസൈഡിലായിട്ട് വരുന്ന ഡീറ്റെയിൽസ്. കുറെ നേരത്തേക്കുള്ള പരിശ്രമം കൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ടോൺ കൺട്രോൾ കിട്ടിയത്. അപ്പം ആ ടോൺ കൺട്രോൾ അൾട്രേഷൻ വീഡിയോസ് ഒക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ആംപ്ലിഫയറിന്റെ വർക്കുകൾ കിടക്കുകൊണ്ട് പെട്ടെന്ന് ഒതുക്കി തീർത്തിട്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ തൊട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ ഇൻസൈഡിലായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഫ്രണ്ട് പാനൽ തന്നെ ഫസ്റ്റ് പറയാം, നല്ലൊരു ഭംഗി എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വർക്കിംഗ് വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. കോപ്പി റൈറ്റിംഗ് അടിക്കാത്ത ഒരു സോങ്ങിട്ടുള്ള ഒരു വർക്കിംഗ് വീഡിയോ കൂടെ ഉൾപ്പെടുത്താം.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ആംപ്ലിഫയറിന്റെ വീഡിയോസ് ആണ് ഇപ്പം താൽക്കാലികമായിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ്. ഇപ്പം പാർട്സുകൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള റിവ്യൂ വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. ഇനിയിപ്പം ഈ ടോൺ കൺട്രോൾ അൾട്ടർ ചെയ്ത് നല്ല ബെറ്റർ ക്വാളിറ്റി കിട്ടത്തക്ക രീതിയിലുള്ള അത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ലൈവായിട്ട് നമ്മൾ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതെന്നുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇനി ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.